ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 പാസ്റ്റ് ടു പ്രോഗ്രസ്സിലെ 3rd ചാപ്റ്റർ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ SSLCൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Poem The Seedling by Paul Laurence Dunbar. Before moving to the poem, let us know about the poet. Paul Laurence Dunbar, 1872 to 1906, was an American poet, novelist and short story writer. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. He was enslaved in Kentucky before the American Civil War. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം കിൻഡക്കിയിൽ ഒരു അടിമയായിരുന്നു കേട്ടോ. He published his first poem, Our Martyred Soldier, at the age of 16. അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ ആദ്യ പോമായിട്ടുള്ള അവർ മാർട്ടേഡ് സോൾജിയേഴ്സ് പബ്ലിഷ് ചെയ്തു. Dunbar becomes one of the first Afro-American writer to win international acclaim. അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. He worked with the Wright brothers in their publication The Tatler. The Tatler എന്നുള്ള പബ്ലിക്കേഷൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. His first book, A Collection of Poems, Oak and Ivy, was published in 1893. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോം കളക്ഷൻ ആയിട്ടുള്ള ഓക്ക് ആൻഡ് ഐവി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1893-ലാണ്. He has published many collections of poems, short stories, 4 novels and a play. അദ്ദേഹത്തിൻ്റെ കുറേ കളക്ഷൻസ് ആണ്. പോംസ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, നോവൽസ് ഉണ്ട്, പ്ലേ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. പ്രശ്നങ്ങളെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം, ഒരു അവസരമായിട്ട് കാണണം എന്ന് പറയുന്നത്. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോം ദി വേൾഡ്. ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ നമുക്ക് എന്ത് മാറ്റാം? ലോകം തന്നെ മാറ്റാം. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഈവൻ വെൻ ദി പാത്ത് ടു സക്സസ് ഈസ് ലോങ്, ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ സക്സസ്സിലോട്ടുള്ള യാത്ര, വിജയത്തിലോട്ടുള്ള യാത്ര എന്നുള്ളത് ദീർഘവും അതേപോലെ ദുഷ്കരവും അതുപോലെ തന്നെ ചാലഞ്ചിങ്ങുമാണ്, വെല്ലുവിളി നിറഞ്ഞതുമാണ്. എന്നാലും നമ്മൾ അതിലോട്ട് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത്, അതായത് നമുക്ക് എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കാതെ അതിൽ ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ സീഡ്ലിംഗ് ഷോസ് ഹൗ നാച്ചർ ക്യാൻ ഇൻസ്പയർ അസ് ടു പെർസിവിയർ ഇൻ ദി ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി മീൻസ് പ്രതികൂല സാഹചര്യങ്ങൾ. ഓക്കെ, പ്രതികൂല സാഹചര്യങ്ങളിലും സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ പ്രകൃതി നമ്മെ എങ്ങനെ പ്രചോദിപ്പിക്കും എന്ന് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ദ സീഡ്ലിംഗ് എന്നുള്ള കവിതയിലൂടെ. ദ സീഡ്ലിംഗ് ബൈ പോൾ ലോറൻസ് ഡാൻബർ. സീഡ്ലിംഗ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തൈ എന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. നിങ്ങൾ ഈ പോയം കേൾക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പോയറ്റ് പേഴ്സോണിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഹ്യൂമൻ ബീങ് അല്ലാത്ത വേറൊരു കാര്യത്തിന് കൊടുക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയത്തിൽ നമ്മൾ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളാണ് നോക്കുന്നത്. അത് റിപ്രസെൻ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ജേർണി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിൻ്റെ ജേർണിനെയാണ് ഈ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. ഈ പോത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് എ ബി റൈമിംഗ് സ്കീമാണ്. എ ബി റൈമിംഗ് സ്കീം എന്ന് വെച്ചാൽ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസയിൽ 4 ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 4 ലൈൻസ് ഉണ്ടാവും. ആ 4 ലൈൻസിൽ ഫസ്റ്റത്തെ ലൈനും അതുപോലെ തന്നെ 3rd ലൈനിലും സെയിം റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 2nd ലൈനിലും 4th ലൈനിലും സെയിം റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റാൻസ് നോക്കാം. As a quiet little seedling lay within its darksome bed, to itself it fell a talking, and this is what it said. Line by line meaning നോക്കാം. As a quiet little seedling. ക്വൈറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ശാന്തമായത്, ലിറ്റിൽ എന്ന് വെച്ചാൽ ചെറുത്, സീഡ്ലിംഗ് തൈ, ഒരു ചെറിയ ശാന്തമായ തൈയെ പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ലൈനിൽ നമ്മളെ പോയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് സബ്ജക്റ്റ് ഓഫ് ദി പോയം. പോയത്തിൻ്റെ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. എന്താണ് ഇവിടെ സബ്ജക്റ്റ്? സീഡ്ലിംഗ്, തൈ എന്നുള്ളതാണ് പോയത്തിൻ്റെ സബ്ജക്റ്റ്. നെക്സ്റ്റ് ലൈൻ, ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഡാർക്സം എന്ന് വെച്ചാൽ ഇരുണ്ടത്, ലേ എന്ന് വെച്ചാൽ കിടക്കുന്നു. ഓക്കെ,
അപ്പോൾ ആ തൈ ഒരു ഇരുണ്ട ഒരു ബെഡിൽ കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സീഡ്ലിങ്ങിൻ്റെ തൈയിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതെവിടെ കിടക്കുക, ബെഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എർത്തിനെയാണ്, സോയിലിനെയാണ്. ഓക്കെ, അപ്പോൾ അതെവിടെ കിടക്കുന്നുണ്ട്, നമ്മളെ സീഡ്ലിങ്, നമ്മളെ തൈ അതിൻ്റെ വളരുന്ന ആ ഫസ്റ്റത്തെ സ്റ്റേജിൽ ആ തൈ എവിടെ കിടക്കുക, സോയിലിൻ്റെ അടിയിൽ, ഹിഡൻ ബിനീത്ത് ദ സോയിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. ആ ഡാർക്ക് ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ് ചെയ്ത് കിടക്കുന്ന, നമ്മൾ സോയിലിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് കിടക്കുന്ന തൈനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ലൈൻ, ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. അത് അതിനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ടു ഇറ്റ് സെൽഫ്, അതിനോട് തന്നെ. ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, അത് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, ഇതാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തയ്യ് ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്റ്റാൻസയിലാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സീഡ്ലിംഗ് ടോക്കിംഗ്. ഫസ്റ്റ് റൈമിംഗ് വേർഡ് സീഡ്ലിംഗ് ടോക്കിംഗ്. സെക്കൻഡ് റൈമിംഗ് വേർഡ് ബെഡ് സെഡ്. ഓക്കെ, ഇതാണ് റൈമിംഗ് വേർഡ്സ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, but I will do the best I can. And the seedling from that moment, its work of life began. ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് വെച്ചാൽ ശക്തിമാൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നോട്ട് സോ വെരി റോബസ്റ്റ് എന്ന് പറയുമ്പോൾ ശക്തി ഇല്ലാത്തത് എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. റോബസ്റ്റിൻ്റെ കറക്റ്റ് മീനിങ് ശക്തി ഉള്ളത് എന്നാണ്. ഇവിടെ നോട്ട് സോ വെരി റോബസ്റ്റ് എന്ന് പറയുമ്പോൾ ശക്തി ഇല്ലാത്തത്. ഓക്കെ, അപ്പം ഞാൻ അത്ര അധികം ശക്തിമാനൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് സീഡ്ലിങ്ങിൻ്റെ തൈയിനോട് തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ തൈ പറയാണ് ഞാൻ അത്ര വലിയ ശക്തിമാനൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പറയാണ്. നെക്സ്റ്റ് ലൈൻ, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷേ എനിക്ക് കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് ഞാൻ ചെയ്യും. സീഡ്ലിംഗ് പറയാണ് അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഭയങ്കര ശക്തിമാനൊന്നുമല്ല, പക്ഷെ അതിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മികച്ചത് അത് ചെയ്യുമെന്ന് പറയാണ്. ഓക്കെ, ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റിൻ്റെ മീനിങ് നിമിഷം എന്നാണ് കേട്ടോ. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. അപ്പം എന്താ പറയുന്നത്, ആ നിമിഷം മുതൽ തൈകൾ, ആ നിമിഷം മുതൽ, അതായത് അതിന് ചെയ്യാൻ പറ്റും എന്നുള്ള ആ തോട്ട് വരുന്ന ആ നിമിഷം മുതൽ അതിൻ്റെ ജീവിത രീതി ആരംഭിക്കുന്നു. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ എന്ന് വെച്ചാൽ ആരംഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ജീവിത രീതി ആരംഭിക്കുകയാണ്. അപ്പോൾ ആ സീഡ്ലിംഗ് അതിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബെസ്റ്റ് ചെയ്യും എന്നുള്ള ആ മോട്ടിവേഷൻ എടുക്കുന്ന ആ നിമിഷം മുതൽ അതിൻ്റെ ലൈഫ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ജേർണി അവിടെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ബെസ്റ്റായിട്ട് അതിൻ്റെ ജീവിതം തുടക്കമിടുകയാണ്. ഓക്കെ, ഗ്രോത്തും ലൈഫും എല്ലാതും. അപ്പോൾ ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പറയാണ്. ഞാൻ ആ തൈ അതിനോട് തന്നെ പറയാണ് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന ആ നിമിഷം മുതൽ അതിൻ്റെ ആരംഭം തുടക്കമിട്ടു എന്ന് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ, റോബസ്റ്റ് മൊമെൻറ്റ്, ക്യാൻ, ബിഗാൻ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. സോ ഇറ്റ് പുഷസ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദി ലൈറ്റ് ഓഫ് ഡേ to examine the surroundings and show the rest the way. So it pushes a little leaflet. Leaflet എന്ന് വെച്ചാൽ ഈ ചെറിയ ഇലകൾക്കാണ് ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. തളിരില എന്നൊക്കെ പറയില്ല, അതിനാണ് ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പുഷസ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്, ഒരു ചെറിയ ഇല അത് പുഷ് ചെയ്യണം, ആ സീഡ്ലിങ് പുറത്തേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തൈയിൻ്റെ വളർച്ച തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് ആരംഭമായിട്ട് അതൊരു ലീഫ് പുറത്തേക്ക് വരുന്നതാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ വളരാനുള്ള ആ ശ്രമത്തിൽ അതിൻ്റെ ലീഫ് പുറത്തേക്ക് വരികയാണ്. അപ്പ് ഇൻ ടു ദി ലൈറ്റ് ഓഫ് ഡേ, പകൽ വെളിച്ചത്തിലേക്ക്. അപ്പോൾ എങ്ങോട്ടാണത് പുറത്തേക്ക് തള്ളുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അത് പകൽ വെളിച്ചത്തിലോട്ട്, ആ ഇരുട്ടിൻ്റെ അറയിൽ നിന്ന് പകൽ വെളിച്ചത്തിലോട്ട് അതിൻ്റെ തൈയിനെ അത് പുഷ് ചെയ്ത് വിടുകയാണ്. ഇവിടെ പോയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സീഡ്ലിങ്ങിൻ്റെ, ഒരു തൈയിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനത്തിന് ഏറ്റവും ആവശ്യമുള്ളത് സൺലൈറ്റാണ്. അപ്പോൾ ആ സീഡ്ലിങ്, ആ തൈ അതിൻ്റെ ലീഫിനെ സൺലൈറ്റിലോട്ട് തള്ളി വിടുകയാണ്. അതിന് ജീവൻ നിലനിർത്തണം, അതിൻ്റെ ആവശ്യങ്ങൾ നിലനിർത്തണം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വൺ, to examine the surroundings and show the rest the way. ചുറ്റുപാടുകൾ പരിശോധിക്കാൻ. ടു എക്സാമിൻ ദി സറൗണ്ടിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുപാടുകൾ പരിശോധിക്കാൻ. സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ. ഓക്കെ, ആൻഡ് ഷോ ദി റെസ്റ്റ് ദ വേ, അതിലൂടെ ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. ഇവിടെ അത് ആ ലീഫ് അതിൻ്റെ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിരീക്ഷിക്കുന്നത്,
അതൊരു എക്സാമ്പിളായിട്ട് ആ ലീഫ് ഒരു എക്സാമ്പിളായിട്ട് ബാക്കിയുള്ളവർക്ക് വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കാൾഡ് ഇറ്റ്സ് ബ്രദേഴ്സ് സ്റ്റെം. Then 2 other leaflets heard it and quickly followed them. ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്. ആ ഇളം ഇലക്ക് അതിൻ്റെ പ്രോസ്പെക്ട് എന്ന് വെച്ചാൽ പ്രതീക്ഷ ഇഷ്ടമായി എന്ന് പറയുന്നത്. അതായത് അത് വന്ന് ആ വഴി ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതിനൊരു പ്രതീക്ഷ വീണു, അതിലൊരു പ്രതീക്ഷ ഉണ്ട്, ലൈഫ് തുടരാൻ പറ്റും എന്നുള്ള ആ പ്രതീക്ഷ വന്നു. ആ പ്രതീക്ഷ അതിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദേഴ്സ് സ്റ്റെം. അതുകൊണ്ട് ആ പ്രതീക്ഷ അതിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ആ പ്രതീക്ഷ അതിന് വന്നതുകൊണ്ട് അതിൻ്റെ ബ്രദറായിട്ടുള്ള, അതിൻ്റെ സഹോദരനായിട്ടുള്ള സ്റ്റെമ്മിനെ അത് വിളിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റെമ്മിന് അടിഭാഗത്തു നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സ്റ്റെമ്മിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ, ദെൻ 2 other leaflets heard it. തുടർന്ന് മറ്റ് 2 തളിരിലകളും കൂടി അത് കേട്ടു. അപ്പോൾ അത് അതിൻ്റെ ബ്രദറായിട്ടുള്ള സ്റ്റെമ്മിനെ വിളിക്കുന്നത് മറ്റ് 2 ഇലകളും കൂടിയും കേട്ട് അവരും പുറത്തേക്ക് വന്നു എന്നുള്ളതിനാണ് പറയുന്നത്. ആൻഡ് ക്വിക്ലി ഫോളോഡ് ദം. ക്വിക്ലി എന്ന് വെച്ചാൽ വേഗത്തിൽ അവർ പിന്തുടർന്നു. അപ്പോൾ ഈ ആദ്യം വളർന്നു വന്നിട്ടുള്ള ഇല മറ്റേ സ്റ്റെമ്മിനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ വരാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് കേട്ട് വേറെ 2 ലീഫ്ലെറ്റും കൂടിയും 2 തളിരിലകളും കൂടിയും അതിൻ്റെ കൂടെ പുറത്തേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പോയിട്ട് പറയണം, നമുക്കൊരു പാത കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്തുടർന്ന് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. To be sure, the haste and hurry made the seedling sweat and pant. But almost before it knew it, it found itself a plant. To be sure, the haste and hurry. Haste എന്ന് വെച്ചാൽ തിടുക്കം, hurry എന്ന് വെച്ചാൽ വേഗം. രണ്ടിനും സെയിം മീനിങ് തന്നെയാണ്. Haste and hurry means a need to move or act quickly. പെട്ടെന്ന് വളരണം എന്നുള്ള ആ തിടുക്കത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ലൈൻ, made the seedling sweat and pant. ഈ ലൈനിൽ സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർപ്പ്, പാൻറ്റ് എന്ന് വെച്ചാൽ തുടിപ്പ്. പെട്ടെന്ന് ബ്രീത്തിങ് എടുക്കുന്നതിനാണ് പാൻറ്റ് എന്ന് പറയുന്നത്. മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ തൈനെ, ഈ വളർന്നു വരുന്ന പ്രക്രിയയിൽ ആ തൈ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര കഷ്ടപ്പാടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ബട്ട് ആൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. എന്നാൽ അത് അറിയുന്നതിന് മുമ്പ് തന്നെ അതൊരു പ്ലാന്റ് ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറന്നു പോവും ഒരു മരമായി മാറുമ്പോൾ. അതായത് നമ്മളത് അറിയുമ്പോഴത്തേക്ക് നമ്മളൊരു മരമായി മാറിയിട്ടുണ്ടാകും. ആ കഷ്ടപ്പാടുകൾ പറയുന്നത് നമ്മൾ ഉയരത്തിലോട്ടെത്താൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാട് നമ്മൾ മറന്നു പോവും. എങ്ങനെ നമ്മളൊരു മരമായി നമ്മൾ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര മോട്ടിവേഷണൽ വേർഡ്സാണ്. നെക്സ്റ്റ് വൺ, ദ സൺഷൈൻ poured upon it and the clouds they gave a shower, and the little plant kept growing till it found itself a flower. The sunshine poured upon it എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അതിൻ്റെ മേലെ വീഴുമ്പോൾ, and the clouds they gave a shower, മേഘങ്ങൾ അതിൻ്റെ മേലെ ഷവർ ചെയ്തു, അതായത് മേഘങ്ങൾ മഴ പെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്, അങ്ങനെ ആ ലിറ്റിൽ ചെറിയ മരം വളരാൻ തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, അതിൻ്റെ മേലെ ഒരു പൂ ഉണ്ടാവുന്നത് വരെ. ഓക്കെ, സൂര്യപ്രകാശം മഴയൊക്കെ ഒരു തൈക്ക് വളരാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിന് കിട്ടിയപ്പോൾ, അതിന് വേണ്ട പരിപാലനം കിട്ടിയപ്പോൾ അത് വളരാൻ തുടങ്ങി. ആ പ്ലാന്റ്, ലിറ്റിൽ പ്ലാന്റ് വളരുന്നിങ്ങനെ വലുതാവാൻ തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, അതിൻ്റെ മേലൊരു പൂവ് ഉണ്ടാവുന്നത് വരെ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനാവശ്യമുള്ള, നമ്മൾ ഒരു മനുഷ്യരെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ, പരിപാലനങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയരങ്ങളിലോട്ടെത്തും. ലിറ്റിൽ ഫോക്സ്, be like this seedling, always do the best you can. Every child must share life's labor just as well as every man. Little frogs, be like the seedling. ഇനിയുള്ള സ്റ്റാൻസയിൽ പോയിട്ട് നമ്മളോട് സംസാരിക്കാൻ, അതായത് ചിൽഡ്രൻസിനോട് സംസാരിക്കാൻ കേട്ടോ. ലിറ്റിൽ ഫോക്സ്, അതായത് ചെറിയ ആളുകളെ എന്ന് പറയാം, അതായത് ചെറിയ കുട്ടികളെ എന്ന് വിളിക്കുകയാണ്. ബി ലൈക്ക് ദി സീഡ്ലിംഗ്, ആ തൈനെ പോലെ ആകുക. അതായത് നമ്മളിപ്പോൾ ആ തൈൻ്റെ സ്റ്റോറി പഠിച്ചു അല്ലേ, തൈ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ പോയത്തിൽ. അത് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് അതിന് സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒരു ഫ്ലവർ ഉണ്ടാവുക എന്ന് പറയുന്നത് തൈനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷത്തിലോട്ടെത്താൻ നമ്മളൊരു ഉയരത്തിലോട്ടെത്താൻ ഇത്രയും കഷ്ടപ്പെടണം എന്നുള്ളത് നമ്മൾ ഈ പോയത്തിൽ മനസ്സിലാക്കി. അപ്പോൾ ഈ സീഡ്ലിങ്ങിനെ തന്നെ പോലെ നിങ്ങൾ ആവാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അത് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഉയരത്തിലോട്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് തരുന്നത്.
ആൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ഇറ്റ്സ് ലൈഫ്സ് ലേബർ. ലൈഫ്സ് ലേബർ റിഫേഴ്സ് ടു ദി ലൈഫ്സ് പേർപ്പസ് ആൻഡ് എഫേർട്ട്. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, എഫേർട്സ്, ഇതൊക്കെയാണ് ലൈഫ്സ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. ഓരോ കുട്ടികളും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കിടണം, അതായത് അത് നേരിടണം എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് വെൽ ആസ് എവ്രി മാൻ, എല്ലാ മനുഷ്യരും ചെയ്യുന്നത് പോലെ തന്നെ. അതായത് എല്ലാ ഘട്ടത്തിലും ലൈഫ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ലൈഫ് ജേർണിയുടെ എല്ലാ ഘട്ടത്തിലും കഷ്ടപ്പാടുകളുണ്ട്. അത് ചൈൽഡ് ആകുമ്പോൾ അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്, നമ്മൾ വലുതായി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ റെഡി ആവണം, അതൊക്കെ നേരിടാൻ നമ്മൾ റെഡി ആവണം എന്ന് പറയുന്നത്. ഈ സീഡ്ലിങ്ങിനെ പോലെ നമ്മൾ ഈ സീഡ്ലിങ്ങിൻ്റെ കഥ പഠിച്ചു അല്ലേ, എങ്ങനെയാണ് അത് ഏറ്റവും ദുർബലമായിരുന്നു. അത് ആ മണ്ണിൻ്റെ അടിയിലുണ്ടാകുമ്പോൾ വിത്തായിട്ട് കിടക്കുമ്പോൾ അത് ഏറ്റവും ദുർബലമായിട്ടുള്ള അവസ്ഥ. അത് തന്നെ പറഞ്ഞു, ഞാൻ റോബസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഏറ്റവും ദാരുണാവസ്ഥയിൽ നിന്ന് വളർന്ന്, പക്ഷെ അതിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഐ ക്യാൻ ഡു മൈ ബെസ്റ്റ്, ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം, ആ മോട്ടിവേഷനിലൂടെ അത് വളർന്നൊരു ഫ്ലവർ ആവുന്നത് വരെയുള്ള കഥ നമ്മൾ പഠിച്ചു. അതുപോലെ ആവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് പോയിട്ട് നമുക്ക് തരുന്ന അഡ്വൈസ്. ആൻഡ് ദി സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു ത്രൂ ദി ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ് ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, വിർച്യൂസ് ഫയർ ആൻഡ് ഫേഡിങ് ഫ്ലവർ. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. ഇവിടെ പറയുന്നത് സൂര്യനും അതുപോലെ തന്നെ മഴയും നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഷവേഴ്സ് ഉദ്ദേശിക്കുന്നത് മഴയാണ് കേട്ടോ. നെക്സ്റ്റ് ലൈൻ, ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ്, നിങ്ങളുടെ ഏകാന്തതയിലൂടെയും പോരാട്ട സമയത്തും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ പോരാട്ട സമയത്തിലും നിങ്ങളുടെ ഏകാന്തതയിലും നിങ്ങളെ സഹായിക്കുക സൂര്യപ്രകാശവും അതുപോലെ തന്നെ മഴയുമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, നിങ്ങൾ വെളിച്ചത്തിലോട്ടും സൗന്ദര്യത്തിലോട്ടും ഉയരുന്നത് വരെ. അത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നല്ല കാലം വരെ. ചൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളതിൽ ഉണ്ടാവും. അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നോർമലി ഫ്ലവേഴ്സ് വാടിപ്പോവും, ഫെയ്ഡായി പോവും. ഓക്കെ, ആ ഫെയ്ഡ് ആവാതെ നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളതിൽ വാടാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാൻസയിൽ പോയിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ സീഡ്ലിങ്ങിനെ പോലെ, ഈ സീഡ്ലിങ്ങിൻ്റെ കഥ നിങ്ങൾ കണ്ടു അല്ലേ, ആ സീഡ്ലിങ്ങിന് എന്താ സ്ട്രഗ്ലിങ്ങും അതിൻ്റെ ഒറ്റപ്പെടൽ ലോൺലിനെസ്സിലൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ സണ്ണും സൂര്യപ്രകാശവും മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ടൈമിലും നിങ്ങളുടെ ഒറ്റപ്പെട്ട നിമിഷത്തിലും നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ഈ സൂര്യനെയും റെയിനെയും പോലെ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ടിൽ, ഏതുവരെ? റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ബ്യൂട്ടിയിലെത്തുന്നത് വരെ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഉയരങ്ങളിൽ, ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്നവരെ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മ, നിങ്ങൾ ആ ഉയരത്തിലെത്താൻ നിങ്ങൾ നല്ല കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ നന്മ നിങ്ങളിതിൽ ഫെയ്ഡ് ചെയ്യാതെ എന്നും നിലനിന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ടാൽ അതിൻ്റെ വെർച്യു, അതിൻ്റെ പുണ്യം നമ്മളിതിൽ ദീർഘകാലം ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ കവി തരുന്ന മോട്ടിവേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ദ സീഡ്ലിംഗ് എന്നുള്ള പോം. അപ്പോൾ നിങ്ങൾക്ക് പോം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.